ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ടാണ്. തെറ്റിദ്ധരിക്കണ്ട, സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിരപ്പള്ളി കണ്ടിട്ട് ഇങ്ങോട്ട് കയറി ഫാൾസിന്റെ അവിടെ പോയി ഭയങ്കര മഴ വന്നപ്പോൾ അവിടെ ഗാർഡ് പറഞ്ഞ് നമ്മളോട് കയറി പോകണമെന്ന് പറഞ്ഞാണ്. കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ പെട്ട കാരണം തലയിൽ വെള്ളം പിടിക്കില്ല. പലരും ചോദിക്കാറുണ്ട് ഏതൊരു സിനിമ നടന്റെ ലുക്കാണെന്നൊക്കെ പറയും. ഞാൻ കുറച്ച് സിനിമ നടന്മാർ ശബ്ദം എടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ സുരേഷ് ഗോപി, അതിപ്പോ ഇങ്ങനെ പറ്റില്ല, നമ്മളാ വിഗൊക്കെ വെച്ചിട്ട് എടുക്കുക. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ആ സുരേഷ് ഗോപിയുടെ ശബ്ദം എടുക്കാം. എന്തായാലും കഥച്ചു വന്നേക്കണം, കഥച്ചു പോയാ കഥച്ചു സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? കാണില്ല അല്ലേ? അന്ന് ഞാൻ കണ്ണൂർ DYFI കുറച്ച് കൂട്ടാടിയ കുബേരന്മാരുടെ മിസാക്ലബിൽ കൊടുത്തതെല്ലാം ഓർമ്മയുണ്ടോ ഈ മുഖം? കാണില്ല അല്ലേ? എന്റെ കൈയടിക്കണ്ട, ഞാൻ അത് പറഞ്ഞല്ലോ. ഇനിയിപ്പോ അത് കൈയടിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോ ഇനിയിപ്പോ ഇതുപോലത്തെ ശബ്ദങ്ങളൊക്കെ വരും. അപ്പൊ കഥച്ചു പോയാൽ കഥച്ചു രസം. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മോന്ത? ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. എന്നെ അക്രമാസകരാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏത് പ്രസ് ക്ലബായാലും എനിക്ക് വിഷയമല്ല. ഓർമ്മ കാണില്ലെന്നറിയാം. ഫരചന്ദ്രൻ ഐപീസ്. ഇനി അടുത്ത് നടന ജയറാമിന് എടുത്താലോ? ജയറാം എന്റെ അമ്മോ, ഇതേ ഇങ്ങോട്ട് നോക്കി. നിന്റെ ഒരു വിചാരം കൊടുത്ത് മറ്റാണ് മറിച്ചിന് പൂലോ സുന്ദരിയാന്നൊക്കെ. അതൊക്കെ വീട്ടിൽ നിന്നിട്ട് കണ്ണാടി നോക്കി നോക്കട്ടെ. അയ്യോ, ഒന്ന് പോവാൻ നോക്കിട്ടാവേ. നിന്നിട്ട് വലിയൊരു കണ്ടിട്ട് നീ എന്താ എന്റെ അടുത്ത് വേഷം കണ്ടിട്ട് നിൽക്ക? അയ്യോ, അടുത്തതായിട്ട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബൈജുവിനെ നമുക്ക് അനുകരിച്ചാലോ? ചേട്ടൻ പറഞ്ഞു ചേച്ചിക്ക് ഒരു മുണ്ട് വേണമെന്ന്. ചേച്ചി പറഞ്ഞു ചേട്ടനൊരു മുണ്ട് വേണം. ചേച്ചും ചേട്ടനും മുണ്ട് വാങ്ങാം. ഞാനെന്താ മുണ്ടെടുക്കാൻ നടക്കോ? എന്റെ പൊന്നു ചായ പോട്ടെ, പിന്നെ കാണാം. ശ്രീ കലാഭവൻ മണിയുണ്ടാവും. അതെ, വെറുതെ ആവശ്യമില്ലാണ്ട് ചിരിച്ചുള്ള കാര്യമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോ അതൊരു രസമുള്ള ഈ എല്ലാ ഉമ്മറില്ലേ, എല്ലാ ചിരിയും മറ്റുള്ളവരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ഛൻ വഴിക്കാനും വന്നിട്ടുണ്ടോന്ന് ചോദിക്കണാണ് മണി. എല്ലാ ചിരി എന്ന് പറഞ്ഞ ചിരി ഉണ്ടല്ലോ, അത് വേറൊരാൾ ചിരിക്കുമ്പോ മണി പറയേ എന്റെ അച്ഛ ഈ വഴിക്കാനും പോയിട്ടുള്ളതെന്ന് എനിക്കൊരു സംശയമില്ല. വെറുതെ തമാശക്ക് പറഞ്ഞെന്താ അച്ഛക്ക് പറഞ്ഞല്ല. ഒരു കാര്യമുണ്ട്, വെറുതെ ഒരു കാര്യമുണ്ട്. അപ്പോ ഈ ഓണത്തിനിടയ്ക്കല്ല, ഈ ഓട്ടത്തിനിടയ്ക്ക് ഒരു പൂട്ടി കച്ചവടം. അപ്പൊ ഈ പെട്ട കണ്ടിട്ടൊന്നും തോന്നിക്കണ്ട, പെട്ടയിലൊന്നും ഒന്നുമില്ല. പെട്ടയിലല്ല കാര്യം. ശരി സവാളഗിരി, ഞാനത് അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം. അപ്പന്റെ മീറ്റിംഗോ കഴിഞ്ഞിട്ട് പറയാം. ശരി അപ്പോ ഹായ്.